indépendants, aujourd'hui meurtriers. Je vous salue au nom du gouvernement congolais. ഫിഫ ലോകകപ്പ് വേദി മെക്സിക്കോയിലെ ഗ്വാഡലഹാര സ്റ്റേഡിയം. കൊളംബിയ കോങ്കോ മത്സരത്തിനിടെ 10,000 ആർത്തുവിളിക്കുന്ന ഗാലറിയിൽ ചോരച്ചുവപ്പുള്ള സ്യൂട്ടണിഞ്ഞ് പ്രതിമ പോലെ ഒരു മനുഷ്യൻ കൈയുയർത്തി നിന്നു. 90 മിനിറ്റോളം ഒരു പ്രതിമയെപ്പോലെ ആ നിൽപ്പ് തുടർന്നു. മത്സരത്തിന്റെ ഒരു ഘട്ടത്തിൽ പെട്ടെന്നൊരു കൈകൊണ്ട് വായ പൊത്തിപ്പിടിച്ചു. മറുകൈയിലെ വിരലുകൾ സ്വന്തം തലയ്ക്ക് നേരെ തോക്കുപോലെ ചൂണ്ടി. ഇത് വെറുമൊരു ആരാധകന്റെ ശ്രദ്ധ ആകർഷിക്കൽ പ്രകടനമാണെന്ന് കരുതിയെങ്കിൽ തെറ്റി. ഒരു രാജ്യത്തിന്റെ കണ്ണീരിന് നേരെ ലോകരാജ്യങ്ങൾ തുടർന്ന പൊറുക്കാനാകാത്ത മൗനത്തിനെതിരെയാണ് അയാൾ വായമൂടി പ്രതിഷേധിച്ചത്. കൊള്ളയടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്വന്തം വിഭവങ്ങളിൽ ആർത്തുല്ലസിക്കുന്ന കോർപ്പറേറ്റുകളും സാമ്രാജ്യത്വ ശക്തികളും ഒരു രാജ്യത്തിന് നേരെ നീട്ടിപ്പിടിച്ചതായിരുന്നു തലയ്ക്ക് നേരെ ചൂണ്ടിയ ആ വിരൽ തോക്ക്. കിടപ്പാടം നഷ്ടപ്പെട്ട് അഭയാർത്ഥികളാക്കപ്പെട്ട 8 ദശലക്ഷം പേരുടെ കണ്ണീരുണ്ടായിരുന്നു ആ നിൽപ്പിന്. നിയമവാഴ്ച പൂർണ്ണമായും തകർന്ന ആ രാജ്യത്തിന്റെ പേരാണ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ. ലോകം ബോധപൂർവം കണ്ണടയ്ക്കുന്ന സ്വന്തം മാതൃരാജ്യമായ കോങ്കോയുടെ ചോരയൊഴുകുന്ന ചരിത്രത്തിലേക്കും വർത്തമാനത്തിലേക്കും വിരൽ ചൂണ്ടിയായിരുന്നു ആ മനുഷ്യന്റെ നിൽപ്പ്. അയാളുടെ പേര് മിഷേൽ കുഗ മബോലാഡിംഗ. ലോകം അയാളെ ലുമുംബ വിയ എന്ന് വിളിക്കുന്നു. ലുമുംബ ജീവിക്കുന്നു എന്നാണ് അതിനർത്ഥം. സാമ്രാജ്യത്വത്തെ വെല്ലുവിളിച്ച് സ്വാതന്ത്ര്യത്തിന്റെ തീപ്പന്തമായി മാറിയ 10 ആഴ്ച മാത്രം അധികാരത്തിലുണ്ടായിരുന്ന ആ രാജ്യത്തിന്റെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്നു പാട്രിസ് ലുമുംബ. 1960 ജൂൺ 30. ദശകങ്ങളോളം ബെൽജിയൻ കോളനി വാഴ്ചയുടെ ഇരുട്ടിലായിരുന്ന കോങ്കോ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നു. ആ ജനതയുടെ പ്രതീക്ഷകൾക്ക് തീപിടിപ്പിച്ചുകൊണ്ട് അധികാരത്തിലേക്ക് വന്നത് യുവാവായിരുന്നു പാട്രിസ് ലുമുംബ. വെറും 10 ആഴ്ച മാത്രം അധികാരത്തിലിരുന്ന പാട്രിസ് പക്ഷേ ചരിത്രത്തിൽ എഴുതി ചേർത്തത് കോങ്കോയുടെ ഇതിഹാസ അധ്യായമായിരുന്നു. സ്വാതന്ത്ര്യദിന ചടങ്ങിൽ വെച്ച ബെൽജിയത്തിലെ ബാഡ്വിൻ രാജാവ് കോങ്കോക്കാരെ പരിഹസിച്ചപ്പോൾ പ്രോട്ടോക്കോളുകൾ കാറ്റിൽ പറത്തി ലുമുംബ മൈക്കിനു മുന്നിലെത്തി ഗർജിച്ചു. കോങ്കോയിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സ്വാതന്ത്ര്യം ആരുടെയും ഔദാര്യമല്ല. ക്രൂരമായ ചാട്ടവാറടികളും അപമാനങ്ങളും സഹിച്ചുകൊണ്ട് നമ്മുടെ രക്തവും വിയർപ്പുമൊഴുക്കി നമ്മൾ പോരാടി നേടിയെടുത്ത സ്വാതന്ത്ര്യമാണിത്. നമ്മൾ ഇനി ആരുടെയും അടിമകളല്ല. ഈ ഒറ്റ പ്രസംഗം ലുമുംബയെ പാശ്ചാത്യ സാമ്രാജ്യത്വത്തിന്റെ ഏറ്റവും വലിയ ശത്രുവാക്കി മാറ്റി. കോങ്കോയുടെ വൻ ധാതുസമ്പത്ത് പാശ്ചാത്യ കമ്പനികൾക്ക് കൊടുക്കാതെ സ്വന്തം ജനതയുടെ വികസനത്തിന് ഉപയോഗിക്കണമെന്ന ലുമുംബയുടെ നിലപാട് അമേരിക്കയെയും ബെൽജിയത്തെയും ചൊടിപ്പിച്ചു. CIA-യുമായി ചേർന്ന് അവർ കെണിയൊരുക്കി. 1961 ജനുവരിയിൽ കോങ്കോയിലെ ആഭ്യന്തര ശത്രുക്കൾ ലുമുംബയെ തടവിലാക്കി. അവർ ലുമുംബയ്ക്ക് വധശിക്ഷ വിധിച്ചു. മരണത്തിന് തൊട്ടു മുൻപ് തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ പോളിനെഴുതിയ കത്തിൽ ലുമുംബ കുറിച്ചു: എൻ്റെ ശരീരത്തെ അവർക്ക് തകർക്കാൻ കഴിഞ്ഞേക്കാം, പക്ഷേ കോങ്കോയിലെ ജനങ്ങളുടെ മനസ്സിലുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ കനലിനെ കെടുത്താൻ അവർക്കാവില്ല. ഒരു ദിവസം നമ്മുടെ ജനങ്ങൾ സ്വന്തം ചരിത്രം സ്വയം എഴുതും. ജനുവരി 17 ആ 35-കാരനായ ജനനായകനെ അവർ വെടിവെച്ചു കൊന്നു. ആ രക്തസാക്ഷിയുടെ ഭൗതിക ശരീരം പോലും ജനങ്ങളുടെ പോരാട്ടത്തിന് വീര്യം പകരുമെന്ന് കരുതി ആ കലാപകാരികൾ ലുമുംബയുടെ ശരീരം കഷണങ്ങളാക്കി മുറിച്ച് ആസിഡിൽ ലയിപ്പിച്ചു കളഞ്ഞു. ഒരു ബെൽജിയം ഉദ്യോഗസ്ഥൻ ഓർമ്മയ്ക്കായി സൂക്ഷിച്ച ഒരു സ്വർണ്ണപ്പല്ല് മാത്രമാണ് ആ ശരീരത്തിൽ നിന്ന് ബാക്കിയായത്.
കിഴക്കൻ കോങ്കോയിൽ പാശ്ചാത്യരുടെ കൊള്ള ഇന്നും നിർബാധം തുടരുന്നുണ്ട്. ഇന്നതിന്റെ രൂപവും ഭാവവും മാറിയിട്ടുണ്ടെന്ന് മാത്രം. റുവാണ്ടയുടെ പിന്തുണയുള്ള വിമത ഗ്രൂപ്പ് M23യുടെ നിയന്ത്രണത്തിലാണ് കിഴക്കൻ കോങ്കോയിലെ തന്ത്രപ്രാധാന്യമുള്ള പല പ്രദേശങ്ങളും. ഖനന മേഖലയുടെ വലിയൊരു പങ്കും നിയന്ത്രിക്കുന്നത് ചൈനീസ് കമ്പനികളാണ്. റുവാണ്ടയും ഉഗാണ്ടയും വിമതരെ ഉപയോഗിച്ച് രാജ്യത്ത് അരക്ഷിതാവസ്ഥ പടർത്തി കോങ്കോയിൽ നിന്ന് സ്വർണവും മറ്റ് ധാതുക്കളും കടത്തിക്കൊണ്ടുപോകുന്നു. ഈ കടുത്ത അനീതികൾക്കെതിരെ ലോകം നിശബ്ദ കാഴ്ചക്കാരാകുന്ന കാലത്താണ് ലുമുംബയുടെ ആരാധകനായ മിഷേൽ കുഗ മബോലാഡിംഗ കോങ്കോയുടെ ഇരുണ്ട കാലത്തിന്റെ ഓർമ്മപ്പെടുത്തലായി കളിക്കളത്തിലെ ജീവിക്കുന്ന പ്രതിമയാകുന്നത്. 2013 മുതൽ കോങ്കോ കളിക്കുന്ന ഫുട്ബോൾ മത്സരങ്ങളിൽ 90 മിനിറ്റ് നീളുന്ന കുഗയുടെ ഇതേ നിൽപ്പ് നാം കാണുന്നുണ്ട്. കോങ്കോ എന്ന ടീമിന്റെ വിജയപരാജയങ്ങളെക്കാൾ പാട്രിസ് ലുമുംബയുടെ ത്യാഗോജ്വല ജീവിതത്തെ ഓർമ്മപ്പെടുത്തി കുഗ വീണ്ടും നമ്മോട് മൗനമായി സംവദിക്കുന്നു. ചരിത്രം ആവർത്തിക്കപ്പെടേണ്ടതല്ല, മറിച്ച് അതിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് വർത്തമാനത്തെ തിരുത്തേണ്ടതാണെന്ന്